ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യം. ലൂക്കോസ് 4:8. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിക്കേണ്ട അനുഭവത്തിൽ വന്നപ്പോൾ പിശാച് പരീക്ഷണവുമായി കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ പിശാച് ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ചിട്ട് പിശാച് പറയുന്ന കാര്യമാണ്, ഇതിൻ്റെയൊക്കെ അധികാരം എൻ്റെതാണ്, നീ എന്നെ നമസ്കരിച്ചാൽ അത് നിനക്ക് തരാം. അപ്പോൾ കർത്താവ് പറയുന്ന കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അപ്പോൾ സാത്താന്റെ പരീക്ഷണങ്ങളെ ജയിക്കുന്ന കർത്താവിനെയാണ് ഇവിടെ കാണുന്നത്. പരീക്ഷണങ്ങളിൽ അവന്റെ വചനത്തെ ദൈവത്തിന്റെ വചനവുമായിട്ട് തന്നെ വെട്ടിത്തോൽപ്പിക്കുന്ന ഒരു അനുഭവം. കാരണം വചനം എന്ന് പറയുന്നത് ഇരുവാൾ തലയുള്ള വാളിന് സമമാണ്. ആ വാൾ എന്ന് പറയുന്നത് ശത്രുവിന്റെ വാദങ്ങളെ വെട്ടുവാനുള്ളതാണ്. ആ ഇരുവാൾ തലയുള്ള വാളിന് മുൻപിൽ ഒരു വാദങ്ങൾക്കും നിൽക്കാൻ കഴിയുകയില്ല. സാത്താന്റെ വാദങ്ങളെ ഒന്നൊന്നായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ ഖണ്ഡിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, ഒരു വ്യക്തി ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. ഞാൻ അല്ലാതെ വേറൊരു ദൈവവും നിനക്കുണ്ടാകരുത്. യഹോവയായ ദൈവം മനുഷ്യർക്കെല്ലാം കൊടുക്കുന്ന ഒരു കൽപ്പനയാണിത്. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പൊ യേശു പറയുന്നൊരു കാര്യമാണ്, നിന്റെ ദൈവവുമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ, വേറെ ആരെയും നീ നമസ്കരിക്കരുത്. ജീവിതത്തിന്റെ നന്മയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അറിയുന്നു എങ്കിൽ അവനെ നാം ആരാധിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഒരുപക്ഷെ ജീവിതത്തിന്റെ പ്രതികൂലം മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയേക്കാം, ഒരു പരീക്ഷണം വന്നുപോയേക്കാം. എന്നാൽ ആ സമയത്താണ് ദൈവം നമ്മളെ കൂടുതലായി ഒരുപക്ഷെ പരീക്ഷിക്കുന്നത്. എന്നാൽ ഏത് പരീക്ഷണത്തിന്റെ അനുഭവത്തിലും നമുക്ക് ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ പിതാവായ ദൈവം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു അന്യ ദൈവവും ഉണ്ടാകാൻ പാടില്ല. ഞാൻ അല്ലാതെ വേറൊരു ദൈവവും നിനക്കുണ്ടാകരുത്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയായ ദൈവം, ഇന്ന് നാം വിളിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്, ആ ദൈവമാണ്. ആ ദൈവമല്ലാതെ വേറൊരു ദൈവവുമില്ല. അതുകൊണ്ട് പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാകുക, യഹോവയ്ക്ക് സമനാർ. ആ യഹോവയായ നാം പിതാവായ ദൈവമേ എന്ന് വിളിക്കുന്ന ആ ദൈവത്തെ അറിയണമെങ്കിൽ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ കഴിയുകയുള്ളൂ. ആ യേശു എന്ന വഴിയിൽ കൂടിയാണ് ആ പിതാവിനെ അറിയുക. ആ ദൈവമല്ലാതെ നമുക്ക് ആരുമില്ല. പുത്രനുണ്ടെങ്കിൽ പിതാവുണ്ട്, അവർക്ക് പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട്. അതുകൊണ്ട് ഈ ദൈവമല്ലാതെ വേറൊരു ദൈവവും ഇല്ല. ജീവിതത്തിന് പ്രതികൂലങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ നാം ഈ സത്യദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തിലേക്ക് ഒരു നാളും തിരിഞ്ഞു പോകരുത് എന്നുള്ള ഒരു വലിയ കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനോ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എല്ലായ്പ്പോഴും അവന്റെ സ്തുതി എൻ്റെ നാവിന്മേൽ ഇരിക്കും. അപ്പോൾ ജീവിതത്തിന്റെ പ്രതികൂലമായ അവസ്ഥയിലും ആ ദൈവത്തെ നമ്മൾ വാഴ്ത്തണം. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. കർത്താവ് പറയുന്ന വ്യക്തമായ കാര്യം, നിന്റെ ദൈവമായ യഹോവയായ ആ ദൈവത്തെ മാത്രമേ, കർത്താവായ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആ കർത്താവിൽ കൂടെ മാത്രമേ ആ ദൈവത്തെ നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. വേറൊരു ദൈവവും നിനക്കുണ്ടാകരുത്. അന്യ ദൈവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, എന്നേക്കാൾ അധികമായി വസ്തുവിനെയോ അല്ലെങ്കിൽ ഭാര്യയോ എന്തിനെയോ
സ്നേഹിക്കുന്നവൻ എനിക്കുള്ളവനല്ല. അപ്പൊ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, തന്നേക്കാൾ അധികമായി ഒന്നിനെയും സ്നേഹിക്കരുത്. ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ ഒന്നിനെയും നമ്മൾ കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കരുത്. ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മുൻപിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദൈവത്തെയാണ്. ആ ദൈവത്തിലേക്കുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പിന്നീടേ ഉള്ളൂ ഭൗതികമായ കാര്യങ്ങൾ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ഇതൊക്കെയും നമുക്ക് കടന്നു വരും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അവനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. മുൻപേ നമ്മൾ അവനെ ആരാധിക്കുമ്പോൾ ഭൂമിയിലുള്ള ചില നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ഈ മറ്റുള്ളവയെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. നമുക്ക് ആവശ്യമായ വസ്ത്രം, ആഹാരം, പാർപ്പിടം, ജീവിക്കാനുള്ള സ്ഥലം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിനാണ്. നിന്റെ ദൈവത്തെ മാത്രമേ നീ ആരാധിക്കാവൂ. അന്യ ദൈവം ഉണ്ടാകുന്നത് യേശുവിനേക്കാൾ മറ്റൊന്നിലെ സേവിക്കുമ്പോഴാണ്. ദൈവത്തെക്കാൾ അധികമായി മറ്റെന്തിനെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അതൊരു ആശ്രയമായി മാറും. അപ്പോൾ അതൊരു ദൈവമായി മാറും. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ദൈവത്തെക്കാൾ മറ്റൊരു കാര്യത്തെ നമ്മൾ വലിയ പ്രാധാന്യമായി കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും വേറൊരു ദൈവവും അവിടെ ഉണ്ടാകും. അപ്പോൾ ഒന്നിനും നാം പ്രാധാന്യം കൊടുക്കരുത്. ദൈവത്തിനല്ലാതെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അന്യ ദൈവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കർത്താവിനേക്കാൾ മറ്റുള്ള എന്തിനെങ്കിലും പ്രാധാന്യം കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, എന്നേക്കാൾ അധികം ഒന്നിനെയും സേവിക്കരുത്, സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ യേശുവിനെയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഭൗതികമായ എല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ സത്യദൈവത്തെ അറിഞ്ഞ് നാം ജീവിക്കണം. ഒരു ഫാൾസ് ഗോഡും നമുക്ക് ഉണ്ടാകരുത്. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നെബൂഖദ്നേസർ കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ്, താൻ ഉണ്ടാക്കിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കാത്തവരെയെല്ലാം തീയിലിട്ട് കളയും. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്നിവര് എന്ന് പറയുന്നത് അവർക്ക് ഏക ദൈവമേ ഉള്ളൂ. ആ യഹോവയായ ദൈവം പ്രതികൂലത്തിൽ വന്നപ്പോഴും അവർ ആ ബിംബത്തെ നമസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. അവർ തങ്ങളുടെ സത്യദൈവത്തെ മാത്രം നമസ്കരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ പ്രതികൂലം വന്നപ്പോൾ അവരെ ആ രാജാവ് തീയിലിടുന്ന ഒരു അനുഭവത്തിലേക്ക് കാണുകയാണ്. എന്നാൽ ദൈവം ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു ദൈവദൂതന് സദൃശനായവൻ തീയിലിറങ്ങി അവരെ വിടുവിക്കുന്നു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്നിവരുടെ ദൈവമാണ് സത്യദൈവം എന്ന് രാജാവ് മനസ്സിലാക്കുന്നു. ഇവിടെ കാണുന്നത്, ഞാനല്ലാതെ വേറൊരു ദൈവവും നിനക്കുണ്ടാകരുത് എന്നുള്ളൊരു കൽപ്പന ഈ 3 ബാലന്മാർ ശക്തമായി അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ ദൈവത്തെ മാത്രമേ സേവിച്ചിരുന്നു. ഇവിടെ നമുക്ക് തരുന്നൊരു പാഠം എന്ന് പറയുന്നത്, ഞാനല്ലാതെ വേറൊരു ദൈവവും നിനക്കുണ്ടാകരുത്. രാജാവിന്റെ ശക്തിയെ ദൈവത്തെക്കാൾ വലുതായി ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ കണ്ടില്ല. അവർക്ക് വേറൊരു ദൈവവുമില്ല. തന്റെ ദൈവത്തെക്കാൾ വലുതല്ല രാജാവ്. അതുകൊണ്ട് അവരെ ദൈവം തീയിൽ നിന്ന് വലിച്ചെടുത്തു. തീയ്ക്ക് അവരെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. സത്യദൈവത്തെ നീ ആരാധിക്കുന്നുവെങ്കിൽ ഒരു തീയ്ക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയുകയില്ല. ദഹിപ്പിക്കുന്ന തീ ദഹിപ്പിക്കാത്ത തീയായി മാറും. ഇവിടെ നമുക്ക് കാണുന്ന വലിയ സന്ദേശം, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്നിവരുടെ പ്രതികൂലമായ അനുഭവത്തിൽ അവർ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. അവർക്ക് ഈ ഒരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ദൈവം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം. അതിനപ്പുറമായി ഒരുപക്ഷെ നമ്മൾ എന്തിനെങ്കിലും വലിയ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അതൊരു മറ്റൊരു ദൈവമായി മാറും. ദൈവം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ആശ്രയമാണ്.
നമ്മൾ ഏത് കാര്യത്തെയാണ് ഏറ്റവും വലിയ ആശ്രയം? അതാണ് നമ്മളുടെ ശക്തിയും ദൈവവും എന്ന് പറയുക. അതാണ് പിതാവായ ദൈവം. അപ്പോൾ പിതാവായ ദൈവത്തിന് നമ്മൾ ഏറ്റവും ശക്തി കൊടുക്കണം, ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. അതിനപ്പുറമായി മറ്റുള്ളവ എന്തിനെങ്കിലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അവിടെ ആ ദൈവത്തിന്റെ സ്ഥാനം മറ്റൊരു കാര്യത്തിലേക്ക് മാറുകയാണ്. അങ്ങനെയാണ് അവിടെ അന്യ ദൈവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ദൈവമാണ്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുളില്ല. ആ വെളിച്ചത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ അംഗീകരിച്ച് പരിശുദ്ധാത്മാവിനായി നമ്മൾ വഴി നടത്തേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരുന്നതാണ്. ഈ സത്യദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ഇരുന്നത്. ആത്മാവിന്റെ ശക്തിയോടെയാണ് കർത്താവ് മരുഭൂമിയിലേക്ക് പോയത്. അതുകൊണ്ട് സാത്താന്റെ വാദമാണിത്. അവനെ നമസ്കരിക്കാൻ പറയുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. അവന്റെ വാക്കുകൾ സാത്താന്റെ വാദങ്ങളെ ഖണ്ഡിച്ചു കളഞ്ഞു. നിന്റെ ദൈവവുമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. എന്തു വന്നാലും മറ്റൊരു ദൈവത്തെ നമ്മൾ നമസ്കരിക്കരുത്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. നമ്മെ സൃഷ്ടിച്ചവൻ ആരാണ്? അവനാണ് ദൈവം. മനുഷ്യനെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, സകലത്തിന്റെ ഉടയവനാണ് ദൈവം. ആ സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവമല്ലാതെ വേറൊരു ദൈവവുമില്ല. അതുകൊണ്ട് സാത്താന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ്. തിരുവെഴുത്ത് കൊണ്ട് തന്നെ ആ സാത്താന്റെ വാദങ്ങളെ ഖണ്ഡിച്ചു കളഞ്ഞു. നമുക്ക് ഇന്ന് എന്തെങ്കിലും പ്രതികൂലത്തിൽ സാത്താൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റൊരു ദൈവത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഖണ്ഡിച്ചു കളയണം ദൈവത്തിന്റെ വചനത്താൽ. നമ്മൾ ഒരു കാര്യത്തിന് ദൈവത്തെക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കരുത്. ഇതാണ് പരിശുദ്ധാത്മാവിൽ ഇന്ന് നമുക്ക് വെളിപ്പെടുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനല്ലാതെ വേറെ ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന് പറയുന്നതും ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന വാക്കുകളും ഒരുപോലെയാണ്. കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ നമസ്കരിക്കാവൂ. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാണ് നമ്മൾ സാത്താന്റെ പരീക്ഷണങ്ങളെ ജയിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സാത്താൻ കൊണ്ടുവരുന്ന അനേക പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ കർത്താവ് ചെയ്തതുപോലെ ദൈവത്തിന്റെ വചനം നമ്മളിൽ ധ്യാനിച്ച് ആ വചനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സാത്താന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളെ ഖണ്ഡിക്കുവാൻ കഴിയും, അവന്റെ തന്ത്രങ്ങളെ ഖണ്ഡിക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വചനം നമുക്ക് അത്യന്താപേക്ഷികമായ ഘടകമാണ്. എൻ്റെ വചനം ജീവനും ആത്മാവുമാകുന്നു. ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് ഇരുവാൾ തലയുള്ള ഒരു വാൾ പോലെ നമ്മോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് ഏത് പ്രതികൂലങ്ങളിലും അന്യദൈവം ഉണ്ടാകുന്ന സ്ഥാനത്ത് നമ്മൾ അതിനെ മാറ്റിക്കളയേണ്ടതായിട്ടുണ്ട്. ഒരു കാലത്തും നമ്മൾ ഈ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ സേവിക്കരുത്. ഇവിടെ തരുന്ന ഒരു വലിയ സന്ദേശമാണ്. അതുകൊണ്ട് ചന്ദ്രക്ക് മേശക്ക് അബന്ധനവും എന്ന് പറയുന്ന ബാലന്മാർ അവർ ഏത് പ്രതികൂലത്തിലും ആ ദൈവത്തെ തന്നെ ആരാധിച്ചു. അവർക്ക് മറ്റൊരു ദൈവവുമില്ലായിരുന്നു. അവരെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് എടുത്തെങ്കിൽ നമ്മളെ എരിയുന്ന തീച്ചുളയിരിക്കുന്ന ഏത് പ്രതികൂലത്തിൽ നിന്നും വലിച്ചു കയറ്റാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സാത്താന്റെ പരീക്ഷണങ്ങളെ ജയിച്ചെങ്കിൽ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഏത് പ്രതികൂലത്തെയും നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെയും കിട്ടുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ നമസ്കരിക്കാവൂ ജീവിതത്തിൽ ഈ അന്ത്യത്തോളം എന്നുള്ള വലിയ സന്ദേശമാണ്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.